നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന നായകനെന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് നമ്മുടെ കപ്പിത്താനെ ആരോ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ചതിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ശമ്പളം കിട്ടാത്തതോ അല്ലെങ്കിൽ സഖാക്കളുടെ പിൻവാതിൽ നിയമനം ലഭിക്കാത്തതോ ആയ ഒരു ഉപദേശകൻ്റെ തലയിൽ ഉദിച്ച ആശയമായിരിക്കാം ഇന്നിപ്പോൾ പൊളിച്ച് മുന്നേറി വന്ന ഈ നവകേരള യാത്ര. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. പക്ഷേ ആ സത്യം മൂടി വയ്ക്കുവാൻ ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും പോലീസുകാരും കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും ബംഗാളികൾ ഒരുമിച്ച് നിന്ന് ശ്രമിച്ചതുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് അവരുടെ വീക്ഷണത്തിൽ വിജയിച്ചത്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പൊതുയോഗമോ ജാഥയോ റാലിയോ വന്നാൽ പാടത്ത് പണിയെടുക്കുന്ന എല്ലാവരും ഒക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്ന കാലഘട്ടമൊക്കെ അവസാനിച്ചു. നവബംഗാൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ജ്യോതിവാസുവിൻ്റെ അണികളായ ഈ പെറോട്ടക്കാരാണ് പാർട്ടിയുടെ പരിപാടികളൊക്കെ യഥാർത്ഥത്തിൽ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നത്. ശബരിമലയിലേക്ക് പോകേണ്ടിയിരുന്ന പോലീസുകാരെ ഒന്നടങ്കം റോഡ് വക്കുകളിൽ അണിനിരത്തിയിട്ടും യൂണിഫോം ഇട്ട പാർട്ടി ഗുണ്ടകളെ കൂടെ കൂട്ടിയിട്ടും കറുത്ത ഷൂവായും കറുത്ത കൊടിയായും നവോത്ഥാന നായകനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് ഈ കപ്പിത്താൻ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കരിങ്കൊടി, കരിയോയിൽ, കരിമണൽ പ്രയോഗങ്ങൾ തന്നെയാണ്. പണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഇറാഖിൽ വരവേൽപ്പ് നൽകിയ ഷൂ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നായകൻ്റെ ഉറക്കം തന്നെ കളഞ്ഞു കുറിച്ചിരിക്കുകയാണ്. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ മേലെ ഇരുന്ന് ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാകാം. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്രയും ഒക്കെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ വ്യാമോഹമാണ് ഒരു കീറാമുട്ടിയായി അവസാനിച്ചത്. യാതൊരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഇല്ലാതെ എങ്ങനെയൊക്കെയോ നടന്നുപോയ ആ രണ്ട് യാത്രകളിലും കാണാനായ ജനകീയതയും അംഗീകാരവും എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അഹങ്കാര മനസ്സിൽ തോന്നിയ ഒന്നാണ് ഈ നവകേരള യാത്ര. ആ ബസ്സിൽ ആരും അറിയാത്ത അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കുറേ മന്ത്രി പുങ്കവന്മാരെ കുത്തി നിറച്ച് തുടങ്ങിയ യാത്ര എങ്ങനെ അവസാനിച്ചു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നാട്ടുകാരൊക്കെ വിചാരിച്ചത് പരാതി സ്വീകരിച്ച് അതെല്ലാം പരിഹരിച്ച് തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ കരുതി എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നവർ ധരിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് നമ്മൾ ഓർക്കണം, ഒരു ബസ്സിലും ആളെ ഇറക്കാതെ 20,000 പേർ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് കണ്ണീരൊപ്പി 19 മണിക്കൂർ നേരം ഒരേ ഒരു നിൽപ്പ്. അതായിരുന്നല്ലോ ജനസമ്പർക്കം. ജനമനസ്സറിയാത്തവർക്ക് എന്ത് ജനസദസ്സ്. ഇതെല്ലാം ഈ രണ്ടാം വട്ടം ഭരണം കിട്ടിയതിൻ്റെ ഒരു നെഗളിപ്പ് മാത്രമാണ്. 2 പ്രളയവും 2 കോവിഡും കാരണം ദാനമായി കിട്ടിയ ഭരണത്തിൽ സകലമാന സഖാക്കളും കുട്ടി സഖാക്കളും ഇടത് ചിന്തകരും ഇടത് സാഹിത്യ സാംസ്കാരിക നായ്ക്കളും സിനിമാക്കാരും സോഷ്യൽ മീഡിയയിലെ കൂലിയെഴുത്തുകാരും ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകന്മാരും അഹങ്കരിച്ചപ്പോൾ കരിവന്നൂരും കരിമണലും കരിങ്കൊടിയും പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയിരിക്കുകയാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നു എന്നതാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. കേവലം 10 സീറ്റെങ്കിലും തരപ്പെടുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ നവകേരള യാത്രാ സദസ് കൊണ്ട് ഉണ്ടായിരുന്ന ആ ഒരു കനൽത്തരിയും ആലപ്പുഴയിൽ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ദൈവം ഇത്രയേറെ കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാട് ഭൂമിയിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആനയ്ക്ക് കണ്ണുകൾ ചെറുതു കൊടുത്തതുപോലെ, കുതിരയ്ക്ക് കൊമ്പുകൾ കൊടുക്കാത്തതുപോലെ കേരളത്തിനും കൊടുത്തു ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ നയിക്കാൻ കുറേ വിവരദോഷികളും പുങ്കവന്മാരും അഹങ്കാരികളെയും. അനുഭവിച്ചോ? എന്നാൽ പിന്നെ
നമസ്കാരം.